കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ PHCകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഴ്ചയിൽ 1-2 ദിവസം മാത്രം ഡോക്ടർ ഉണ്ടായിരുന്ന, മരുന്നില്ലാതിരുന്ന, ചികിത്സ ഇല്ലാതിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേരളത്തിലെ ആകെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി അപ്ഗ്രേഡ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. സുഹൃത്ത് മനസ്സിലാക്കണം. നിങ്ങളിവിടെ എടക്കരയിലോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് പോത്തുകല്ലിലോ ഇവിടെ ചുങ്കത്തറയിലോ മാത്രമല്ല, കേരളത്തിലെ ആകെ നോക്കൂ, 100 കണക്കിന് ഇനി വിരലിൽ എണ്ണാവുന്ന PHCകൾ ഒഴികെ എല്ലാം ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായി അപ്ഗ്രേഡ് ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് PHCയിൽ ആഴ്ചയിൽ 1-2 ദിവസം ഡോക്ടർ വന്നിരുന്ന സാഹചര്യമല്ല. ഇപ്പോൾ മരുന്ന്, ചികിത്സ കൃത്യമായിട്ട് എല്ലാ ആശുപത്രികളിലുമുണ്ട്. ആൾ പോയ ആദ്യം തന്നെ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് എടുത്ത് നെഞ്ചത്ത് വെക്കില്ല, കൈ ഒന്ന് ചുറ്റും, BP ഒന്ന് നോക്കും, ഷുഗർ ഒന്ന് നോക്കും, മരുന്ന് വേണച്ചാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട, സബ് സെൻറ്റർ വഴി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. നോക്കൂ, കേരളത്തിൽ ലോകത്തിനാകെ മാതൃകയായി കോവിഡിനെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ കഴിയുന്നത് ഈ സുശക്തമായ ജനകീയ ആരോഗ്യ സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് എന്ന് ആദ്യം സുഹൃത്ത് മനസ്സിലാക്കുക. ബ്ലോക്ക് പഞ്ചായത്തല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, മറ്റൊന്ന്, ജില്ലാ ആശുപത്രിയിലേക്ക് എന്തൊക്കെ കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം, ഞാൻ അടുത്ത ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും എനിക്കറിയാവുന്നത്, ഇവിടെ ശിശു വിഭാഗത്തിന് വേണ്ടി മാത്രം ഈ ഗവൺമെൻറ് കൊടുത്ത 165 കോടിയാണ്. ആ ആശുപത്രി വലിയ രീതിയിൽ വികസനത്തിൻ്റെ പാതയിലാണ്. പരിമിതികളുണ്ട്. 35 വർഷത്തെ ഭരണപരാജയം മറച്ചു വെക്കുന്ന രീതിയിൽ ഇതിനെ പർവ്വതീകരിക്കുകയും നടന്ന വികസനങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നതിനോട് രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തിരിച്ചുപോയി. എന്താ വെച്ചാൽ, എന്താണ് ആര്യാടം കൊണ്ടുവന്നത്? ആര്യാടം വില്ലേജ് ഓഫീസ് കൊണ്ടുവന്നില്ലേ, പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുവന്നില്ലേ? സുഹൃത്തെ, കേരളത്തിൽ എല്ലായിടത്തും വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും ഉണ്ട്. അത് ആര്യാടെ കൊണ്ടുവന്നതല്ല. അല്ല, ഞാൻ നിങ്ങളുടെ അറിവില്ലായ്മയെ അല്ല, വില്ലേജ് ഓഫീസ് അതിനൊന്നും നിൽക്കണ്ട. അല്ല, താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനാണ് നിൽക്കുന്നത്. അതിനൊരു ക്ഷമ കാണിക്കണം. നിൽക്ക്, ആര്യാടം കൊണ്ടുവന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും നോക്കൂ, അതല്ല ഈ കേരളത്തിലാകെയുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലാകെയുള്ള വികസനങ്ങളെ എടുത്തു പറയാനൊന്നും ഇല്ലാതെ ഇവർ ദുര്യോഗം മനസ്സിലാക്കണം. 3.5 പതിറ്റാണ്ട് കാലം, ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു കഴിയില്ലേ, 3.5 പതിറ്റാണ്ട് കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA മാത്രമല്ല, മന്ത്രിയായിട്ടുള്ള ആളാണ്. ഇതൊക്കെ മന്ത്രിയായിട്ടുള്ള ആൾ ഇപ്പോൾ കരഞ്ഞല്ല, മന്ത്രിയായിട്ടുള്ള ആളാണ്. ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഒന്നുമില്ല, ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ആകെ വികസന കുതിപ്പിനൊപ്പം നമുക്ക് വരാൻ വേണ്ടി പറ്റി. പിന്നെ ഒന്നൊരു വിദ്യാർത്ഥി, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം, ഇതൊക്കെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് ആരാണ്? എൻ്റെ സുഹൃത്ത് പറഞ്ഞു പാതിരാത്രി നോക്കൂ, പുലരുവോളം ചേതനയറ്റ ആ പിഞ്ചുമകൻ്റെ ശരീരം ആശുപത്രിയിൽ കിടക്കുമ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളെ 2 സുഹൃത്തുക്കൾ അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടേക്കൊന്ന് പോവാനല്ല, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനല്ല, ഇവിടെ സമരത്തിൻ്റെ പേരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഏതെല്ലാം രീതിയിലുള്ള ആഭാസ സമരങ്ങളാണ്. പിറ്റേ ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ, അതാണ് കേരളത്തിൻ്റെ, നോക്കൂ ഇവിടെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ശക്തമായ പോലീസ് സംവിധാനം, ആഭ്യന്തര സംവിധാനം, മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ പ്രതികളെ പിടിച്ചപ്പോൾ വാർത്തകൾ പുറത്തു വന്നു. സജീവ കോൺഗ്രസ് ആണ്. ആദ്യം വിളിച്ചത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഒളിവിലേക്ക് പോയത്. ആ ഒളിവിൽ പോയതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ നോക്കൂ, ഇവർ സമരത്തിന് ആഹ്വാനം ചെയ്ത് എല്ലാം പൊളിഞ്ഞില്ലേ. അപ്പം നുണകൾ പറയണ്ട, നടന്ന കാര്യങ്ങൾ പറയും, ചോദ്യങ്ങൾ ചോദിക്കും.